ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനുള്ളൊരു മേഖലയാണ്. അതായത് ഹീറ്ററിന് എത്ര വയർ വലിക്കണം, അത് എത്ര ഗേജിൻ്റെ വയർ വലിക്കണം, എ സിക്ക് നമുക്ക് എത്ര ഗേജിൻ്റെ വയർ വലിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ലീഡുകളൊക്കെ എത്ര സ്ക്വയറിൻ്റെ വയർ വലിക്കണം, ഏതൊക്കെ വയറുകളാണ് വലിക്കേണ്ടത്, റൂമുകളിലേക്കൊക്കെ വലിക്കേണ്ടത്. പലരും പല രീതിയിലാണ് വലിക്കുന്നത്. അത് ഓരോരുത്തരുടെ ആ വർക്കിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് വരുന്നത്. കമ്പനി ശരിക്കും അവകാശപ്പെടുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 1 സ്ക്വയർ വയറിൽ മാക്സിമം നമുക്ക് 13 ആംപിയർ വരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ലെങ്ത്ത് അനുസരിച്ചൊരു വ്യത്യാസം വരും. ലെങ്ത്ത് കൂടുന്നതനുസരിച്ചിട്ട് ആംപിയർ കുറച്ചേ എടുക്കുകയുള്ളൂ. ആംപിയർ റെസിസ്റ്റൻസ് ഹൈ ആവും. ലെങ്ത്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഹൈ ആവും. അപ്പോൾ വയർ ചൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് അങ്ങനെയാണ്. ലെങ്ത്ത് കൂടുന്ന സമയത്ത് വണ്ണം കുറഞ്ഞ വയറുകൾ നമ്മൾ എങ്ങോട്ട് എത്ര ലെങ്ത്ത് വലിച്ചുകൊണ്ട് പോകുന്നു അതിലേക്ക് കൂടുതൽ ആംപിയർ എടുക്കുന്ന സമയത്ത്, അതായത് പവർ പ്ലഗുകൾ അതുപോലെ തന്നെ ഹൈ ആംപിയർ എടുക്കുന്ന മെഷീനറീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വയർ കത്തിപ്പോകാനുള്ള മെയിൻ കാര്യം ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഹൈ ആവും. റെസിസ്റ്റൻസ് ഹൈ ആവുമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രതിരോധിക്കുക. റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചാൽ പ്രതിരോധിക്കുന്ന സമയത്ത് ആ പ്രതിരോധം, അതായത് ഹൈ ലെങ്ത്തിലേക്ക് പോകുന്നവർ പ്രതിരോധിക്കും തോറും ആ പ്രതിരോധം തടസ്സപ്പെടുത്തുന്ന രീതി കൂടുന്തോറും വയർ ചൂടാവാൻ തുടങ്ങും. അങ്ങനെ ചൂടായി വയർ കത്തിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത്ത് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഗേജ്, അതായത് വണ്ണം കൂടിയ വയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ണം കൂടിയ വയറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഹൈ ആംപിയർ നമ്മൾ എടുത്താൽ പോലും വയർ ചൂടാവുകയില്ല, കത്തിപ്പോകാനുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ലെങ്ത്ത് കൂടുന്ന സമയത്തും അതുപോലെ തന്നെ ഹൈ ആംപിയർ എടുക്കുന്ന ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഗേജ്, അതായത് വണ്ണം കൂടിയ വയറുകൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ഉപകരണങ്ങളും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രിഡ്ജ് എടുക്കുക, ഒരു സിംഗിൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് തന്നെ നമ്മൾ എടുത്ത് വെക്കുക. അതിൻ്റെ പ്ലഗ് സോക്കറ്റിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമം ചിലയിലാണെങ്കിൽ 10 ആംപിയർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലയിൽ 6 ആംപിയറേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു വീടിൻ്റെ അകത്തേക്ക് നമ്മളൊരു പവർ പ്ലഗിൻ്റെ ആവശ്യമുണ്ടോ, അതായത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനൊക്കെ വലിക്കുന്ന സമയത്ത് പവർ പ്ലഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്നാൽ ഇൻഡക്ഷൻ കുക്കർ നോക്കുക. ഇൻഡക്ഷൻ കുക്കർ നോക്കുന്ന സമയത്ത് 2000 വാട്ട്സ് തൊട്ട് 3000 വാട്ട്സ് വരെ വരുന്നുണ്ട്. അത്രയും വാട്ട്സ് എടുക്കുന്ന സമയത്ത് ഹൈ ആംപിയറാണ് വരുന്നത്. ഹൈ ആംപിയർ വരുന്ന സമയത്ത് നമുക്ക് 1 സ്ക്വയർ വയർ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു 2.5ൻ്റെ വയറോ അല്ലെങ്കിൽ 1.5ൻ്റെ വയറോ പവർ സെക്ഷനിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എ സി ഇന്നത്തെ കാലത്ത് നമ്മൾ ലൈവായിട്ട് ചെക്ക് ചെയ്താൽ തന്നെ മാക്സിമം ഒരു 5 ആംപിയറിൽ കൂടുതൽ റണ്ണിങ് ടൈമിലാണെങ്കിലും, സ്റ്റാർട്ടിങ് സമയത്താണെങ്കിലും, അതിനുശേഷം കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ടൺ എ സി ആണെങ്കിലും നമ്മൾ ഒരു 5 ആംപിയർ കൂടുതൽ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2.5ൻ്റെ വയർ തന്നെ ലാവിഷായിരിക്കും. ഒരു വീട്ടിലേക്ക് നമ്മൾ 2.5ൻ്റെ വയർ എ സി നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഏകദേശം ഒരു ലെങ്ത്ത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും. അതായത് മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞ 2500 അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വന്നാൽ കൂടിയും നമുക്കൊരു വീട്ടിൽ നിന്നും DBയിൽ നിന്നും റൂമിലേക്ക് വരാവുന്ന മാക്സിമം ലെങ്ത്ത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവും. അതിൽ കൂടുതൽ എന്തായാലും ഹൈ ആംപിയർ എടുത്താൽ പോലും ആ വയറിന് യാതൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ മാക്സിമം 2.5 വയർ മതിയാവും നമുക്ക് ഒരു എ സിക്ക് വേണ്ടിയിട്ട്. 1 ആംപിയറിൽ തന്നെ ഏകദേശം 1 സ്ക്വയർ വയറിൽ തന്നെ 13 ആംപിയർ ഒക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആംപിയറിലാണെങ്കിൽ അത്ര ഹൈയിലേക്ക് 2.5 എന്ന് പറയുമ്പോൾ ഏകദേശം 19 ആംപിയർ അല്ലെങ്കിൽ 18 ആംപിയറിന് മുകളിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഒരു വയറിൽ എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടോട്ടൽ, അതായത് ഒരു വീട് മൊത്തം ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ മീറ്ററിൽ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അതായത് നമ്മുടെ മീറ്ററിൽ ചെന്നിട്ട് ആംപിയർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ ആംപിയർ നിങ്ങളൊന്ന് നോക്കുക. ടോട്ടൽ നമ്മൾ എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീറ്ററിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര ആംപിയർ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ വയറുകളൊന്നും 4ൻ്റെ വയറുകളൊന്നും ശരിക്കും എ സിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ഇൻവെർട്ടർ എ സിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 2.5 തന്നെ ലാവിഷായിരിക്കും. പവർ സെക്ഷൻ ആണെങ്കിൽ ഒരു 2.5 മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6ൻ്റെ വയർ അല്ലെങ്കിൽ 10ൻ്റെ വയർ മാത്രം DBയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി വയറുകളൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം LED സെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ പഴയ ടൈപ്പ് ബൾബുകളാകുമ്പോൾ 40 വാട്ട്സിൻ്റെ ബൾബുകൾ, ഇന്നിപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 9 വാട്ട്സിൻ്റെ ബൾബുകൾ, 5 വാട്ട്സിൻ്റെ ബൾബുകളായി മാറി. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ആംപിയർ എടുക്കുന്നത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ രീതി അനുസരിച്ചിട്ട് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എടുക്കുന്ന ടോട്ടൽ ആംപിയർ നോക്കിയാൽ തന്നെ ഇത്രയും ബൾബും അതുപോലെ തന്നെ ഉപകരണങ്ങളുണ്ടെങ്കിൽ കൂടിയും പണ്ടെടുക്കുന്ന ആംപിയർ പോലും ഇന്ന് നമ്മൾ വീടുകളിൽ എടുക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.